ഇന്ന് മീഡിയ വിങ്ങിനോടൊപ്പം ചേരുന്നത് കിൽത്താൻ ദ്വീപിൻ്റെ ഒരു പ്ലെയറാണ്, ജലീൽ പി വി ആണ്. ജലീലോട് ചോദിക്കാം, എങ്ങനെ ജലീൽ ഈ 2 ദിവസം അത്ലറ്റിക്സ് കഴിഞ്ഞ് ഇപ്പോൾ ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യുന്നു, ഈ രാവിലെ ജലീലിന് എന്താണ് പറയാനുള്ളത്? അൽഹംദുലില്ലാ, കിൽത്താൻകാരനായ എന്ന നിലയിൽ വളരെ സന്തോഷമുണ്ട്. ഇവിടുത്തെ ഗെയിംസും സ്പോർട്സും ഒക്കെ വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് നടക്കുന്നത്. സംഘാടക മികവ് എടുത്തു പറയേണ്ടതാണ്. വളരെ നല്ലൊരു അഭിപ്രായം തന്നെയാണ്, കണ്ണിന് കുളിർമയേകുന്നുണ്ട് കാണുമ്പോൾ. ഓക്കെ, സ്പോർട്സിനെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് ജലീൽ വരുന്നത്. ജലീലിൻ്റെ ബ്രദർ ഷാഫി നമ്മുടെ ലക്ഷദ്വീപിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. അതുപോലെ കരയിലുള്ള കേരളത്തിലെ പല ടീമുകളിൽ നല്ല പ്രാഗൽഭ്യം തെളിയിച്ചാണ്. ഇപ്പോൾ ഒരു ഏജ് 50+ ആണെങ്കിലും അമ്മിനിയിൽ പല നമ്മൾ വീഡിയോസും കണ്ടതാണ്. അതിലൊക്കെ വളരെ എനർജറ്റിക് ആയിട്ട് കളിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു അഭാവം ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സ്പോർട്സിനെ വളരെയധികം സ്നേഹിക്കുന്ന കുടുംബമാണ് ജലീലിൻ്റേത്. അപ്പോൾ ഇനി കിൽത്താൻ ദ്വീപിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത്ലറ്റിക്സിൽ 30 പോയിന്റ് നേടുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത ചരിത്രത്തിൽ ഇത്രയും പോയിന്റ് കിട്ടിയ ഒരു LSC ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്, അല്ലേ? ഇന്നലെ 2 ദിവസം കുട്ടികളുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു? പലതും 4th പൊസിഷനിലുണ്ടായിരുന്നു. തീർച്ചയായും വളരെ നല്ല പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടതിൽ വെച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് ഒരു കോച്ചിൻ്റെ അഭാവമാണ് കിൽത്താനിൽ നമ്മൾ ഇപ്പോൾ ഒരു അഭാവമായി കാണുന്നത്. എല്ലാവരും സ്കില്ലാണ്, നല്ല ടാലൻ്റുള്ള കുട്ടികളാണ്. ഒരു സായി പോലുള്ള ഒരു ഇതിൽ നമ്മുടെ കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഫസ്റ്റ് ഓവറോൾ ട്രോഫി നേടേണ്ട നാടാണ് നമ്മുടേത്. ചെറിയ നാടാണെങ്കിലും സ്പോർട്സിൽ വളരെയധികം മികച്ചു നിൽക്കുന്നത് കാണുന്നുണ്ട്. ചെറിയ കോച്ചിങ്ങിൻ്റെ അഭാവമാണ് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കണ്ടുവരുന്നത്. അപ്പോൾ പറയേണ്ടത്, എനിക്ക് തോന്നുന്നു അടുത്ത വർഷത്തേക്ക് ഒരു കോച്ചിനെ നമ്മൾ റെഡിയാക്കുക. അത് അത്ലറ്റിക്സിലും ഗെയിംസിലും പറ്റുന്ന രീതിയിൽ കോച്ചിനെ റെഡിയാക്കുകയാണ്. കാരണം ഇതുവരെ നമുക്ക് ഗ്രൗണ്ടും ഫെസിലിറ്റീസ് ഇല്ലായിരുന്നു. ഇപ്പോൾ ഫെസിലിറ്റീസ് എല്ലാം പെർഫെക്റ്റ് ആയി. ഇനി കുട്ടികളെ കോച്ച് ചെയ്ത് കഴിഞ്ഞാൽ സംഗതി ഒരു വേറെ ലെവലിലായിരിക്കും. അത് തന്നെയാണ്, നമുക്കിപ്പോൾ ഇവിടെ ഗ്രൗണ്ടിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ നടന്നതുകൊണ്ട് കുട്ടികൾക്ക് ശരിയായ രീതിക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചില്ല. അതിപ്പോൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഒരു നാട്ടിൽ സ്പോർട്സ് നടക്കുമ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ് ഗ്രൗണ്ട് ഉണ്ടാവും. അത് നമുക്ക് നികത്താൻ ഇപ്പോൾ നാട്ടിലൊക്കെയാണ് ഇപ്പോൾ കുട്ടികൾ പ്രാക്ടീസ് ചെയ്തത്. അതിൻ്റെ ഒരു ഫാൾട്ട്, അത് ഒരു കുറവ് കാണുന്നുണ്ട്. അത് ആരെയും കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ആ സാഹചര്യത്തിൽ പോലും ഇങ്ങനെ ഒരു സ്കോറിൽ നമ്മുടെ കുട്ടികൾ എത്തിപ്പെട്ടത് അൽഹംദുലില്ലാ. പ്രത്യേകിച്ച് നമുക്ക് അഭിനന്ദിക്കേണ്ടത് നമ്മുടെ ഈ കിൽത്താൻ ദ്വീപിൻ്റെ ടീം മാനേജറായ നിഷാദ് സാറിനെയാണ്. കഴിഞ്ഞ ഒരു 3 മാസത്തോളം ഇതിൻ്റെ പിന്നിൽ അഹോരാത്രം കുട്ടികളെ പിന്നിൽ കോച്ച് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾ ജെയ്സിക്കായിട്ടും മറ്റും ഒക്കെ സാർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു മുമ്പിൽ നിന്ന് നയിച്ചത് തന്നെയാണ് ഇതിൻ്റെ ഒരു വിജയം ശരിക്ക്. അതിൻ്റെ കൂടെ നാട്ടുകാർ ഒപ്പം നിന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇത് പുറത്തിലുള്ള പലർക്കും അറിയില്ല. കിൽത്താൻകാരനാണെന്നുള്ള നിലയിൽ ഞാൻ കൽപ്പനയിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ എല്ലാ കാര്യത്തിലും ഇവിടെ നമ്മൾ മീഡിയാസിലൂടെ ഇവരുമായിട്ട് ഇടപെടുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നിഷാദ് സാറിൻ്റെ ആ ഒരു മൂപ്പര് കമ്മിറ്റ്മെന്റ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അതിനോടൊപ്പം നാട്ടുകാർ, പ്രത്യേകിച്ച് സർഫാസ് സാർ ഇതുപോലുള്ള പലരും അതിൻ്റെ ഒപ്പം നിന്നു. അത് തന്നെയാണ് ഇവിടുത്തെ വിജയം. പിന്നെ പ്രിൻസിപ്പാള്, നാട്ടുകാരെല്ലാവരും ഇതുപോലൊരു LST അടുത്ത കാലത്ത് നടന്നതായിട്ട് ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അത്ര എക്സലൻ്റ് ആണ് പരിപാടി ഇതുവരെ ഉള്ളത്. തുടർന്നും നല്ല നിലയിൽ തീരട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇനി ഫുട്ബോളാണ് നെക്സ്റ്റ് നമ്മുടെ ഹൈലൈറ്റ്. കാരണം കിൽത്താൻ എന്ന് പറയുമ്പോൾ ഫുട്ബോളിൻ്റെ ഒരു ഒരു മിനി ബ്രസീൽ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്രയ്ക്കും ആവേശമാണ് ഫുട്ബോളിനോട്. എല്ലാ ദ്വീപുകളും ഉണ്ടാവും, എന്നാലും കിൽത്താൻ കുറച്ചുകൂടി ആവേശം കാണിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ കാണുന്നു ഫുട്ബോൾ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ബ്ലഡിൽ കുത്തിവെച്ച ഒരു ഇതുപോലെയാണ് എനിക്ക് പണ്ട് മുതലേ ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ പല എൻ്റർടൈൻമെൻറ്റ് കളിച്ചിട്ടുണ്ട്. പലതും കളി കാണാൻ ഏത് ബുദ്ധിമുട്ടിലും നമ്മൾ കളി കാണുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ അത്ര റിസ്ക് എടുത്ത് കളിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഫുട്ബോൾ പ്രത്യേകിച്ച് അത് കിൽത്താൻകാരുടെ എന്ന് പറയാം. നമുക്ക് ബ്രസീൽ, അർജന്റീന ഒക്കെ ലോകത്തിലുള്ള പോലെ നമുക്ക് അത്ര എക്സലന്റ് നല്ല ടാലന്റ് ഉള്ള പ്ലേയേഴ്സ്, അത് നാച്ചുറൽ അങ്ങനെ വരുന്നതാണ് ഓരോ ഫാമിലിയിൽ നിന്നും. അത് അവരുടെ ഒരു ഇന്റേണൽ ആയിട്ട് പാരമ്പര്യമായിട്ട് കൊണ്ടുവരുന്ന ഒരു ഗെയിംസ് ആണ് ഫുട്ബോൾ. അപ്പൊ അതിൽ ഈ പ്രാവശ്യവും നമ്മൾ വിൻ ചെയ്യും, കപ്പടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നിർഭാഗ്യവശാൽ തോറ്റുപോകുമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ജയിക്കുമെന്നാണ് എനിക്ക് ടീമിന്റെ ഓരോ സ്കില്ല് കാണുമ്പോൾ. പിന്നെ പുറത്തുനിന്ന് വരുന്നത് ഇപ്പോൾ ആന്ധ്രയാണെങ്കിലും അമ്മിനിയിലാണെങ്കിലും അത് മിക്സ്ഡ് പ്ലേയേഴ്സ് ആണ്. അത് ഒരു ബാനറിൽ ഒരു നാടിൻ്റെ പേര് വരുന്നുണ്ടെങ്കിലും പല പ്ലേയേഴ്സും അതിൽ പുറത്തുനിന്നുള്ളതാണ്. സായി പോലുള്ള അക്കാദമിയിൽ നിന്നൊക്കെ വരുന്നത് കൊണ്ട് അവരുടെ ടാലൻറ്റ് കൂടുതലാണ്.
അതിനെ മറികടക്കാൻ നമുക്ക് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കുട്ടികളുടെ കളിയൊക്കെ കാണുമ്പോൾ. ഞങ്ങളെ ഈ മീഡിയ ഈ പബ്ലിസിറ്റി അങ്ങനെ ഇന്റർവ്യൂ ഉണ്ട് ഇങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടേണ്ട ആളുകളെ എല്ലാം വേർക്കേണ്ടി അങ്ങനെ. തീർച്ചയായും നിങ്ങളെയൊക്കെ നമ്മൾ പുറത്തുള്ളവർക്ക് ഇത് വളരെ എഫക്റ്റീവ് ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ അത്ര ഇൻട്രസ്റ്റ് എടുത്ത് കാണുന്നുണ്ട്. ഇതിലൂടെയാണ് പലർക്കും കളി നേരിട്ട് കാണാൻ പറ്റാത്ത പലരും ഇതിലൂടെയാണ് കളി കാണുന്നത്, വീക്ഷിക്കുന്നതും. അതിന് നിങ്ങളുടെ ഈ സേവനം വളരെ മികച്ചതാണ്. തീർച്ചയായിട്ടും അത് അഭിനന്ദനാർഹമാണ്. തുടർന്നും ലാസ്റ്റ് ഫൈനൽ വരെ ഇത് തുടരണമെന്ന്, നിങ്ങൾ എഫക്റ്റ് എടുക്കണമെന്ന് അഭ്യർത്ഥനയോടുകൂടി ഞാൻ നടത്തുന്നു. ഓക്കെ, താങ്ക് യു ജലീൽ. താങ്ക് യു വെരി മച്ച്.